ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനം. ജീവവായു പോലെ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കിയ ഒരു പൊതുപ്രവർത്തകനെ ഈ ദിനത്തിൽ നമുക്ക് പരിചയപ്പെടാം. റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ 5 പതിറ്റാണ്ടായി സ്ഥിരമായി റേഡിയോയുടെ ആസ്വാദകനും ശ്രോതാവുമായ ശരവണൻ പാടൂരാണ് റേഡിയോ ദിനത്തിലെ താരം. 1975 ബോംബെയിൽ നിന്ന് സഹോദരൻ കൊണ്ടുവന്ന റേഡിയോ കേട്ടാണ് റേഡിയോയുമായുള്ള ബന്ധം തുടങ്ങുന്നത്. പിന്നീട് ആകാശവാണിയിലേക്ക് സ്ഥിരമായി കത്തുകൾ എഴുതുകയും നിരവധി പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിട്ടുമുണ്ട്. ഗാനതരംഗിണി, യുവവാണി, ശ്രോതാക്കളുടെ എഴുത്തുപെട്ടി, ഗാനാലാപനം, പ്രിയഗീതം എന്നീ പരിപാടിയിൽ പങ്കെടുക്കാനും അവസരം ലഭിച്ചിട്ടുണ്ട്. 1975 മുതൽ ആകാശവാണിയുടെ റേഡിയോ പ്രോഗ്രാം കേൾക്കുന്ന ഒരു ശ്രോതാവാണ്. നിങ്ങളുടെ കത്തുകൾ എന്ന പ്രോഗ്രാമിലേക്ക് കത്തുകൾ അയക്കും. ഒരുപാട് കത്തുകൾ അയച്ച്, പക്ഷേ അങ്ങനെ എഴുതി പിന്നീട് ഞങ്ങളുടെ കത്തുകൾ വായിച്ചു തുടങ്ങി. ശരവണൻ പാടൂർ എന്നാണ് ഞാൻ എൻ്റെ പേര് കൊടുക്കാറ്. കാരണം അതിന്റെ പ്രാധാന്യം വെച്ചാൽ പാടൂരിന്റെ പേരും കൂടി ആകാശവാണിയിലൂടെ ദിനം പ്രതി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആകാശവാണിയിൽ പല പരിപാടികളും ഞാൻ അവതരിപ്പിക്കേണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ കത്തുകൾ, അതുപോലെ മറ്റേ ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. 1 മണിക്കൂർ നേരത്തെ പ്രോഗ്രാം അത് ചെയ്യേണ്ടായി. 1995 മുതൽ രൂപം കൊണ്ട അഖില കേരള റേഡിയോ ലിസണേഴ്സ് ജില്ലാ സെക്രട്ടറിയും നിലവിൽ സംസ്ഥാന സെക്രട്ടറിയുമാണ് ശരവണൻ പാടൂർ. റേഡിയോ കേടായി ഒരു ദിവസം പോലും മുടക്കം വരാതിരിക്കാൻ 5 റേഡിയോകളാണ് ശരവണന്റെ കൈവശമുള്ളത്. BJP മണലൂർ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് കൂടിയാണ് ശരവണൻ. 2012 യുനെസ്കോയുടെ പൊതുസമ്മേളനത്തിലാണ് ഈ ദിനം ആദ്യമായി പ്രഖ്യാപിച്ചത്. റേഡിയോയുടെ പ്രാധാന്യം വിവരങ്ങൾ നൽകുന്നതിലും അഭിപ്രായ സ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കുന്നതിലും ലോകമെമ്പാടുമുള്ള ആളുകളെ ഒരുമിപ്പിക്കുന്നതിലും റേഡിയോ വഹിക്കുന്ന പങ്ക് ഓർമ്മിപ്പിക്കാനുമാണ് ഈ ദിനം ആചരിക്കുന്നത്. വിവരസാങ്കേതിക വിദ്യയുടെ ലളിതമായ രൂപമാണ് റേഡിയോ. ഇത് ഉപയോഗിക്കാനും പ്രവർത്തിപ്പിക്കാനും എളുപ്പമാണ്. മറ്റ് മാധ്യമങ്ങളെ അപേക്ഷിച്ച് റേഡിയോയ്ക്ക് കുറഞ്ഞ ചിലവേയുള്ളൂ. റേഡിയോ സ്റ്റേഷനുകൾ സ്ഥാപിക്കാനും റേഡിയോകൾ വാങ്ങാനും കുറഞ്ഞ പണമേ ആവശ്യമുള്ളൂ എന്നതും ലോകത്ത് മനുഷ്യനുള്ള കാലം വരെ റേഡിയോ നിലനിൽക്കും എന്നതും യാഥാർത്ഥ്യമാണ്. അപ്പോൾ റേഡിയോന്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ റേഡിയോ വീട്ടമ്മമാർക്കാണ് ഏറ്റവും പ്രാധാന്യം. അതുപോലെ ചായക്കടകളിലൊക്കെ. അപ്പൊ ഈ വാർത്തകൾ കേൾക്കാൻ, ചായ കുടിക്കുമ്പോൾ ഈ വാർത്തകൾ കേൾക്കാൻ കടകളിലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. വീട്ടമ്മമാർക്കാണ് അതിന്റെ ഏറ്റവും പ്രധാനം. കാരണം വെച്ചാൽ ടൈം അറിയാം. ഗവൺമെന്റ് ജോലിക്കാരെ വെച്ചാൽ അത് അടുക്കളയിലൊക്കെ പല വീടുകളിലും ഞാൻ റേഡിയോ കണ്ടിട്ടില്ല. അവർക്ക് കൃത്യമായി ടൈം അറിയാം, കൃത്യമായി കാര്യങ്ങൾ അറിയാം. വീട്ടുമാർക്ക് വേണ്ടിയുള്ള പല പരിപാടികളും ഈ റേഡിയോയിലൂടെ കേൾക്കാം. ഒറ്റ ദിവസം പോലും, ഈ നിമിഷം പോലും ഞാൻ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശ്രോതാവ്. മൊബൈൽ ഫോൺ വ്യാപകമായാലും സോഷ്യൽ മീഡിയകൾ സജീവമായാലും രാവിലെ ഒരു ചായ കുടിച്ച് റേഡിയോ സ്ഥിരം വാർത്ത കേൾക്കുന്നവർ ഇന്നും ഗൃഹാതുരതയുണർത്തുന്ന കാഴ്ചയാണ്.